നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നേരെ പുറകിൽ കാണുന്നത് പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അരിപ്ര സ്കൂൾ പടി മെയിൻ റോഡാണ്. അതിന്റെ തൊട്ടടുത്തുള്ള നിസാന്റെ ഒക്കെ ഷോറൂമിന്റെ അടുത്തുള്ളതാണ് ഈ ദോസ്തി യൂസ്കാർ എന്നുള്ള ഷോറൂം. ഉള്ള കുറച്ച് അടിപൊളി വണ്ടികൾ കാണിച്ചു തരാം. കമോൺ. 2013-14 ഓൾട്ടോണ്ടൂർ ഉണ്ട്. റേറ്റ് വരുന്നത് 1.60 അടുത്തായിട്ടാണ്. മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഇയോൺ വേണ്ടവർക്കായിട്ട് 2013 ഇയോൺ ഉണ്ട്. റേറ്റ് വരുന്നത് 1.5 റേഞ്ചിലായിട്ടാണ്. 2017 ഇയോൺ ഉണ്ട്. റേറ്റ് വരുന്നത് 2.25 റേഞ്ചിലായിട്ട്. 2015 ഹോണ്ട MI വരുന്നുണ്ട്. 5.30 റേഞ്ചിൽ സിംഗിൾ ഓണർഷിപ്പ്, ഡീസൽ, മാക്സിമം മൈലേജ് കിട്ടുന്ന വണ്ടികളാണ്. ഓട്ടോമാറ്റിക് വണ്ടികൾ നോക്കുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക് ലോ ബഡ്ജറ്റ് വണ്ടി അത് വെറും 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നാനോ ഉണ്ട്. അതേപോലെ തന്നെ പുതിയ മോഡലിന് ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ 2020 മോഡൽ VXI 1 ലിറ്റർ ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ട്. മാക്സിമം ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഈ പറയുന്ന വണ്ടികളെല്ലാം തന്നെ. ഹോണ്ട സിറ്റി ഡീസൽ വരുന്നുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. റേറ്റ് വരുന്നത് 5.5 ആ റേഞ്ചിലായിട്ടാണ്. ഈ ലക്ഷറി വണ്ടി നോക്കുന്നവരാണെങ്കിൽ 5.5 ലക്ഷം രൂപ റേഞ്ചിൽ ഓഡി A4 സൺറൂഫ് വരുന്ന ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി ഉണ്ട്. ഇങ്ങനെയുള്ള ഏകദേശം 15-30ഓളം വണ്ടികളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത്. ടോട്ടൽ 30 ഉണ്ട്. 15 എന്നുള്ളത് 2 പാർട്ടായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഉള്ള ഓരോ വണ്ടികൾ പരിചയപ്പെടും. മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്. അത്യാവശ്യം കമ്പനി ഹിസ്റ്ററി, റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്വാളിറ്റിയുള്ള വണ്ടികൾ ഇവിടെ ഷോറൂമിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. വീഡിയോ ഓൾട്ടോ ആണ്. ആൾട്ടോ 800. ഓക്കെ. ഇത് വരുന്നത് 13-14 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ നമുക്ക് 75,000 അടുത്ത് ഓടിയിട്ടുണ്ട്. 75,000 അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി ആവറേജ് ക്വാളിറ്റിയാണ്. അതായത് നമുക്ക് ഫുള്ള് പറയാൻ പറ്റില്ല. കുറച്ച് പണികൾ ഇതിന് പെൻഡിങ് എടുക്കുന്നുണ്ട്. എന്താ വർക്ക്? വർക്ക് ഓവർ എന്നല്ല, അതിന്റെ ക്ലച്ചിന്റെ ഡിസ്കിന്റെ കുറച്ച് പണികൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് 2-3 നാളൊക്കെ വെച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. താങ്ങ കിട്ടാത്ത ക്ലച്ചിന്റെ കുറച്ച് പണികൾ പെൻഡിങ് ഉണ്ട്. റിലീസ് ബയർ അത് നമുക്ക് എന്താ വെച്ചാൽ അത് കസ്റ്റമറോട് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ റേറ്റ് നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ. 13-14 ഓൾട്ടോ നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്ന 80 വരെ റേഞ്ചിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫൈനൽ 1.60 കിട്ടിയ വണ്ടി നമുക്ക് കൊടുക്കാം. 1.60 തട്ട മുട്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ബോണറ്റ് റീപ്ലേസ് കയറിയിട്ടുണ്ട്. ആ റേഞ്ചിൽ നമുക്ക് 1.60 ഫൈനൽ നമുക്ക് വണ്ടി കൊടുക്കാം. ഇത് പറഞ്ഞു കൊടുക്കാൻ എന്താ വെച്ചാൽ എടുക്കുന്ന ആൾക്ക് കഴിഞ്ഞാൽ അതൊരു പണി കണ്ടുകാണ്ട് എടുക്കണം. അവര് ഒരു 10 രൂപയുടെ പണി കഴിയുമ്പോൾ ഉണ്ടാവും. എന്നാലും മാർക്കറ്റ് വില വരുന്നില്ല. മാർക്കറ്റിൽ നമ്മൾ 1.80 പറഞ്ഞു. വേറെ കാര്യമായിട്ടുള്ള എഞ്ചിൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. വേറെ നമ്മൾ നമ്മളിത് പറയാൻ കാരണം കസ്റ്റമറെ കൂടെ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോ കിട്ടിയതുകൊണ്ട് നമ്മൾ പറയുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോൺ എന്തായാലും അടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിലേക്ക് എത്തി സംസാരിച്ച് നോക്കാം. ചിലപ്പോൾ ഒരു 10-15-20 ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. വേറെ അല്ലാതെ ക്വാളിറ്റി പരമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അടുത്ത ഡാഡ്സന്റെ ഗോ KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. ഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ്സന്റെ തന്നെ ഗോ പ്ലസിന്റെ നേരെ താഴോട്ട് വരുന്ന വണ്ടി. ഗോ നല്ല ഭയങ്കര ലുക്കാണ് കാണാൻ. ചെറുവണ്ടിയെ തന്നെ മറ്റേ 7 സീറ്റർ നീളത്തിൽ വരുന്നതല്ലേ. അതെ. ഇത് ചെറുതാക്കിങ്ങാണ്ട് നല്ല കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ 94,000 കിലോമീറ്റർ ഓടി. നമ്മൾ എടുത്തപ്പോ 3rd ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നത്. ഓക്കെ. വേറെ റീപ്ലേസോ തട്ടുമുട്ട അപാകത കാര്യങ്ങളൊന്നുമില്ല. അതിന്റെ സൗണ്ട്സ് അങ്ങനെ വരാം. ഡോർ അടക്കുമ്പോൾ അങ്ങനത്തെ സൗണ്ട്സ് വരും. അടിച്ചതിന്റെ അടച്ചതിന്റെ പ്രശ്നമല്ല, സൗണ്ട് അങ്ങനെ വരുന്നുണ്ട്. എല്ലാ ഡോറും അങ്ങനെ വരുന്നുണ്ട്. ആവറേജ് ടയേഴ്സ് ഉണ്ട്. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ എന്താണ്? നല്ല ക്വാളിറ്റി, കുഴപ്പമില്ലാതെ. വർക്കിംഗ് എല്ലാം പക്കയാണ്. എല്ലാ വർക്കിംഗ് ആണ്. ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് എങ്ങനെയായിരുന്നു? റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 1.90 നമ്മൾ ചോദിക്കുന്ന റേറ്റ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ, ലോണ് കിട്ടുന്നുണ്ട്. 1.5 കേരളയാണ് വണ്ടി. അടുത്തത് നാനോ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 80 ആണ് ട്രാൻസ്മിഷൻ വരിക. നാനോ ട്വിസ്റ്റിന്റെ അകത്ത് 80 ഗിയർ ബോക്സ്, HT എന്നുള്ള വേരിയന്റ്, അതായത് ഡിക്കി വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. പവർ സ്റ്റിയറിംഗ് വരുന്ന 2014 ശേഷമുള്ള ജെന്നറ്റ്സ് ട്വിസ്റ്റ് എന്നുള്ള സീരീസ്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് കിലോമീറ്റർ ആകെ 34,000 ഓടിയിട്ടുള്ളൂ. ആകെ 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 16 മോഡലാണ്. പവർ വിൻഡോസ് ഫ്രണ്ടിൽ 2 എണ്ണവും വരുന്നുണ്ടാവും. കാണാൻ ആള് ചെറുതാണെങ്കിലും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ വീട്ടിലെ റേഡി യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. വീട്ടിലാർക്കെല്ലാം എടുത്തു കൊടുക്കാനും ചെറിയ വണ്ടിയോ കാര്യങ്ങളൊക്കെ നടത്താനും കാര്യങ്ങൾക്കും ലേഡീസ് യൂസ് ചെയ്യാൻ പറ്റിയൊരു ചെറിയ വണ്ടിയും കൂടിയല്ലേ. ഇത് കൂടി കൊണ്ടുനടക്കാനും സുഖാക്കാനും. KL 4 റേറ്റ് എങ്ങനെ വരുന്നത്? റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 1.90 ചോദിക്കുന്നുണ്ട്. ഓക്കെ. എന്തെങ്കിലുമൊക്കെ ചെറിയ മട്ടത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ലോൺ കയറാൻ ടാസ്ക് ആണ്. മട്ടത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക്. അടുത്തത് റിനോൾട്ടിന്റെ ക്വിഡ് ആണ്. റിനോ ക്വിഡ് KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ്. പെരിന്തൽമണ്ണ കിടക്കും. പുതിയ ടയേഴ്സ് കാണുന്നുണ്ട്. 1000 cc അല്ലേ? 1000 cc വരും. 4 അടിപൊളി ടയേഴ്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എക്സ്ചേഞ്ചിങ്ങിൽ വന്ന വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടിയാണ്.
ഫീച്ചർ സൈഡിൽ 2 പവർ വിൻഡോസും RXT അങ്ങനെ എന്തോ ഒരു RST എന്നാണെങ്കിൽ ഫുൾ ഓപ്ഷൻ ആണ് വരിക. ഇതേതാ ഇതിന്റെ ഓപ്ഷൻ ഇത് RXT ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. RST 1000 cc ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എയർ ബാഗ് വരുന്നുണ്ടോ RST-നകത്ത്? ഇല്ല, ഇതിൽ എയർ ബാഗ് വരുന്നില്ല. 77,000 കിലോമീറ്റർ ഉള്ളത്. റോഡിന്റെ സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നു. ഓക്കെ. 2016 17 17 മോഡൽ 17 മോഡല് കിഡ്. റേറ്റ് എത്ര വരുന്നത്? നമ്മൾ 2.25 ചോദിക്കുന്നുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. ക്ലീൻ പീസ് വണ്ടി തന്നെ. ക്ലീൻ പീസ് വണ്ടി നമ്മൾ എക്സ്ചേഞ്ചിൽ വന്നപ്പോൾ നല്ല ക്വാളിറ്റി വണ്ടി നമ്മൾ എടുത്തു. ഓക്കെ. എടുക്കുന്നൊക്കെ എന്തെങ്കിലും വർക്ക് ഒന്നുമില്ല, പെൻഡിങ്ങിൽ ഒന്നുമില്ല. നമുക്ക് എടുക്കുക, പെട്രോൾ അടിക്കുക, ഓടിക്കുക. ആ റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് വണ്ടി. ഫൈനൽ നമുക്ക് ₹2 2.10 ഫിനാൻസും ചെയ്ത് കൊടുക്കാം. 2 ലക്ഷം 2.10 റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ട്. 60-70 രൂപ റേഞ്ചിൽ കണ്ടാൽ നെഗോഷ്യബിൾ ആണ്. നമ്മൾ പറഞ്ഞ റേറ്റ് നമ്പറിലെ ചെറിയ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കലുണ്ട്. ഇപ്പൊ 2.25 പറഞ്ഞാൽ എന്തെങ്കിലും കമ്മിയായി കൊടുക്കാൻ പറ്റും. അടുത്തത് അത് KV 100 മഹേന്ദ്രയുടെ പെട്രോൾ ആണോ ഡീസലാണോ? ഡീസൽ വരുന്നുണ്ട്. ഡീസൽ KV 100 20ന്റെ പുറത്ത് മൈലേജ് കിട്ടും. ഫാൽക്കൺ എഞ്ചിൻ ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ 94 കിടക്കുന്നു. സാധാരണ നമ്മൾ KV ഡീസൽ കാണാറുണ്ട്, പക്ഷെ അധികവും K2 ഒക്കെയാണ് കാണാറുള്ളത് ബേസ് മോഡലായിട്ട്. ഇത് ബേസ് മോഡലല്ല, ഫുൾ ഓപ്ഷൻ K8ന്റെ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. ബാക്ക് വൈപ്പർ LOS വരുന്നില്ല. ബാക്ക് വൈപ്പർ AC പോർഷനും കൂടുതൽ പവർ വിൻഡോസ് ഒക്കെ ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. എയർ ബാഗ് ഒന്നും വരുന്നില്ലല്ലോ അല്ലേ? എയർ ബാഗ് ഇല്ല. എയർ ബാഗ് ഉണ്ടാവില്ല. മെയിൻ ഹൈലൈറ്റ് മൈലേജ് തന്നെയാണ്. നല്ല മൈലേജ് ആണ്. പിന്നെ 6 സീറ്റർ ആയിട്ട് വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നടുവേനുള്ളവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ ആണ്. എക്സ്പ്രസോ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നടുവേനൊക്കെ നല്ലത്. കംഫർട്ട് ആയി തോന്നുന്നു. സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നത്. റീപ്ലേസ് അങ്ങനെ ഹിസ്റ്ററി ഒന്നുമില്ല. നമുക്ക് നമ്മൾ ചോദിക്കുന്നത് 3.30 ആണ്. നമുക്ക് മാക്സിമം ലോൺ ഫുൾ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം. റേറ്റ് ഇനി കുറയൂലേ? ഇന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിക്കുന്നത് മട്ടം പോലെ കുറച്ച് കൊടുക്കും. നല്ലപോലെ കുറയും. നമ്മളിപ്പോ ഒരു ഫിക്സഡ് റേറ്റ് നമ്മൾ ഇതാക്കലില്ല. ഇരുന്ന് സംസാരിക്കും മട്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കും. അപ്പൊ മാക്സിമം റെഡി ക്യാഷ് ഒക്കെ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്ത് കൊടുക്കാം. അതിലൊന്നും കുഴപ്പമില്ല. അടുത്തത് ഡാറ്റ്സന്റെ ഗോ പ്ലസ് ആണ്. 7 സീറ്റർ ലോ ബഡ്ജറ്റിൽ വരുന്ന 1 ലിറ്റർ വണ്ടി. 1.2 തോന്നുന്നുണ്ട്. 1 ലിറ്റർ അല്ല, 1 ലിറ്റർ അല്ല. RC ഞാൻ 1.2 ആണ് കണ്ടത്. എഞ്ചിനൊക്കെ കറക്റ്റായിട്ട് നോക്കാം നമുക്ക്. ഓക്കെ. എങ്ങനെയുള്ള ഏകദേശം ഒരു 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടി. 2015 മോഡൽ പെട്രോൾ ആണ്. 2015 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പില്. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ നമ്മളത് 80ന്റെ അടുത്ത് 75ന്റെ 80ന്റെ ഇടയിലാണ് നമ്മൾ വണ്ടി ഇറക്കുന്നത്. ഓക്കെ. മുന്നേ കുറെ ഗോ പ്ലസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഗോ പ്ലസ് 2-3 പീസുകളുണ്ടായിരുന്നു. അത് പോയിട്ട് വന്ന വണ്ടിയാണ്. ഒരു വൈറ്റ് ഉണ്ടായിരുന്നു, വേറെ സിൽവർ ഉണ്ടായിരുന്നു. അതിന് ശേഷം വന്ന വണ്ടിയാണ്. ഇതിനിപ്പം റേറ്റ് എത്ര വയ്ക്കുന്നത്? റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 2.35 ആണ്. 2.35 2015 ഡാറ്റ്സൺ TR ഒരു ഓപ്ഷനിലാണ് വണ്ടി കിടക്കുന്നത്. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഞാൻ T എന്നാണ് അതിൽ കണ്ടത്. ഞാൻ ഫുൾ ഓപ്ഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് ബേസ് സെക്കൻഡ് ഫുൾ ഓപ്ഷൻ നേരെ താഴെ കയറും. ബാക്കിൽ പവർ വിൻഡോ കാര്യങ്ങൾ, ഫ്രണ്ടിലുള്ള പവർ വിൻഡോ വരുന്നത്. 2 രൂപയുടെ അടുത്ത് ലോൺ കയറ്റി കൊടുക്കാം. 2 രൂപയുടെ അടുത്ത് ലോൺ കയറ്റി കൊടുക്കും. സിറ്റി ഹോണ്ട സിറ്റി പെട്രോൾ ആണ് ഡീസലാണ്? ഡീസലാണ്. 20ന്റെ പുറത്ത് മൈലേജ് കിട്ടും. ഹെവി ആയിട്ടുള്ള LOS ചെയ്തിട്ടുണ്ട്. GTR Proന്റെ ആണോ? GTR Proന്റെ LOS ആണ് ചെയ്തിട്ടുള്ളത്. LOയ്ക്ക് മാത്രം എങ്ങനെയായാലും 10-40 റുപ്യേന്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. SV എന്നുള്ള വേരിയന്റ് ആണ്. ഡീസലിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഇപ്പോൾ 1.10 ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ. കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള എടുത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് കിടക്കുന്നു. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് എന്തെങ്കിലും? ഡിക്കിലെ ഗ്ലാസ് റീപ്ലേസ്. ഗ്ലാസ് മാത്രമല്ലല്ലോ, ഡിക്കി ഒന്നുമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഫസ്റ്റ് ഓണർഷിപ്പിൽ 2014-15 രജിസ്ട്രേഷൻ ആണ്. 14-15 SV എന്നുള്ള മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ തന്നെയാണ്. എഞ്ചിനും മൈലേജ് പുറത്ത് 20 മൈലേജ് ആണ്. എടുക്കുന്ന ആൾക്ക് നമ്പർ നോക്കുന്ന ആളാച്ച 123 ഫാൻസ് നമ്പറും കൂടിയാണ് വന്നിട്ടുള്ളത്. അവരെടുക്കുന്ന ഓരോരുത്തരുടെ ക്രൈസ് ആണ്. ചിലർക്ക് അത് ഉണ്ടാവില്ല. മൈലേജ് നോക്കുന്നവരുണ്ടാവും. വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് എടുക്കുന്നവരുണ്ട്. അല്ല, സിറ്റി അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ ചോദിക്കുന്നത് 5 രൂപയാണ്. അതിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും കൂടെ ചെറിയ എമൗണ്ട് നമ്മൾ ചെയ്യും. 14-15 ഹോണ്ട സിറ്റി ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇതൊന്നല്ല റീവൊന്നുമല്ല. അല്ല, റീവണ്ടിക്ക് തന്നെ 4.45 റേഞ്ച് വരുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരുപാട് കസ്റ്റമർ നമ്മൾ റീവണ്ടി ആണോ ചോദിക്കാറുണ്ട്. റീവണ്ടി അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. എടുക്കുന്നൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും പെൻഡിംഗ് ഉണ്ടോ? ഒന്നും വർക്ക് കാര്യങ്ങളും ചെയ്യാറൊന്നുമില്ല. മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവും. മേജർ സർവീസ് കഴിഞ്ഞാണ് ലിസ്റ്റ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർ എടുക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്ന നല്ലതാണ്. നമ്മളിപ്പോ എത്ര പറയുമ്പോഴും എടുക്കുന്ന ആൾ ഉത്തരവാദിത്തമാണ്. അവരെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് നോക്കാം. ഗ്ലാസ് എല്ലാം 14 കാണിക്കും. 15 രജിസ്ട്രേഷൻ 15 വരുന്നുണ്ട്. ലോണൊക്കെ ലോൺ നമുക്ക് 4.25-ന്റെ മേലെ 5-ന്റെ അടുത്ത് നമുക്ക് ട്രൈ ചെയ്ത് പറഞ്ഞു നോക്കാം. നല്ല ട്രാക്കിൽ ആളാച്ചെങ്കിൽ സിവിൽ സ്കോർ 750-ന്റെ മേലക്കുള്ള ആളാച്ചെങ്കിൽ നമുക്ക് ഒരു 5-ന്റെ അടുത്ത് നമുക്ക് ചെയ്തു ലോൺ കിട്ടുന്നുള്ളത്. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും.
അത്യാവശ്യം ടയേഴ്സും കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അലവിലൊക്കെ നല്ല ചെയ്തിട്ടുണ്ട്. GTA Pro എല്ലാവരും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ബോഡി ഷേപ്പും കാണുന്നുണ്ട്. ബോഡി ഷേപ്പും കാണുന്നുണ്ട്. പിന്നെ കളറും തന്നെ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത കളറാണ്. അടുത്തത് i20. പെട്രോൾ ആണോ ഡീസൽ? ഡീസലാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ 110 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നത്. ഓക്കെ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ പറയത്തക്ക രീതിയിൽ ഒന്നുമില്ല. 3411 എന്നുള്ള നമ്പർ. i20 2018 ഫേസ് ലിഫ്റ്റ് വരുന്ന വണ്ടിയാണ്. ഫസ്റ്റ് ഓണർഷിപ്പിലായിട്ട് കിടക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നത്. ഓക്കെ. മാഗ്നന്റെ അകത്ത് ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ആയിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AC പോർഷനും 4 പവർ വിൻഡോസിന്റെ കൂടെ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റീരിയോയും കാണുന്നുണ്ട്. വണ്ടി അത്യാവശ്യം നീറ്റാണ്. കമ്പനി ഹിസ്റ്ററി എല്ലാം പക്കയാണോ? നമുക്ക് ഹിസ്റ്ററി എടുത്തു കൊടുക്കാം. ഓക്കെ. കസ്റ്റമർക്ക് ആവശ്യം നമ്മൾ എടുത്തു കൊടുക്കാം. ഇപ്പൊ നിലവിൽ എങ്ങനെയാലും 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? പിന്നെ 6 ഗിയർ കാണിക്കും. 6 ഗിയർ മോഡൽ ടർബോ വരുന്ന വണ്ടിയാണ്. ടയേഴ്സ് ആവറേജ് എല്ലാ കാര്യങ്ങളും ടയേഴ്സ് ഉണ്ട്. പിന്നെ റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. അന്നത്തെ റെഡ് അതേമാതിരി തന്നെ കിടക്കും. അതേമാതിരി ക്വാളിറ്റി തന്നെ കളറിൽ അടിപൊളി. റേറ്റ് എങ്ങനെയാ? നമ്മൾ 5.25 ചോദിക്കേണ്ട ആസ്കിങ്. ഒരു 5.5 നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. മാക്സിമം 5ന്റെ അടുത്ത് ലോണും ചെയ്ത് കൊടുക്കാം. അതിന് മേലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും വർക്ക് മെക്കാനിക്കലി ഒന്നും ചെയ്യാനൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഫിറ്റ് ആക്കി ഇറക്കിയതാണ്. ശരി. സാർക്ക് അടുത്തത് ഓഡിയാണ്. ഓഡി A4. ഓഡി A4 ഹിമാചൽ പ്രദേശ് ആണോ അല്ലെങ്കിൽ? ഹിമാചൽ പ്രദേശ്. ഓക്കെ. ഓഡി A4 സൺറൂഫ് വരുന്ന വണ്ടി. മോഡൽ 2009. ഓക്കെ. ഓണർഷിപ്പ് എത്ര ഉണ്ട്? ഫസ്റ്റ് ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. സർവീസ് ഹിസ്റ്ററിലെ വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററി 75,000 അടുത്തേ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി പക്കാ ചെയ്ത് കൊടുക്കാം. വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഡീസൽ അല്ലേ? ഡീസൽ 17-16 അടുത്ത് മൈലേജ് വരുന്നുണ്ട് നമുക്ക്. കാരണം നമ്മളിപ്പോ യൂസ് ചെയ്തപ്പോ നമുക്ക് ഏകദേശം ലോക്കാണ് കിട്ടിയിട്ടുണ്ട് വരുന്ന മോഡല്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് അങ്ങനത്തെ ഗ്യാരണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് നമുക്ക് NOC നമുക്ക്, അതായത് പേപ്പേഴ്സിൽ നമ്പർ ആക്കാതെ ഒരു 5.5 കൊടുക്കാം. 5.5ക്ക് NOC കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. NOC മാറ്റുകയാണെങ്കിൽ മാറ്റാച്ചാൽ അതിനൊരു ₹1 അടുത്തൊക്കെ എമൗണ്ട് വരുന്നത്. ഓക്കെ. ഇപ്പൊ റിന്യൂവല് ചെയ്ത് അടക്കം വരുന്ന നേരം ഒരു 1.5ക്ക് താഴെ റേഞ്ചിലേ വരുന്നുള്ളൂ. ഓക്കെ. നമുക്കിപ്പോ പേപ്പർ NOCയിൽ കേരള നമ്മൾ മലപ്പുറത്തുള്ള NOC ലെവലിൽ നമുക്ക് 5.5 ചെയ്ത് കൊടുക്കാം. 5.5 കൊടുക്കാം. ഒരു 8 ലക്ഷം രൂപ റേഞ്ചിലായിട്ട് അതിനുള്ളിൽ വരുള്ളൂ. എടുക്കുന്ന ആൾക്ക് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ ഭാഗം എല്ലാ ഭാഗവും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഒരു ലോ ബഡ്ജറ്റില് ലക്ഷറി വണ്ടി. ലോണ് നമുക്ക് NOC കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്പറായ ചിലപ്പോൾ കിട്ടാവുന്നതാണ്. അടുത്തത് 2016 പെട്രോൾ. LXI ആണോ VXI ആണോ? LXI ഓപ്ഷണൽ പെട്രോൾ. LXI ഓപ്ഷൻ എന്ന് പറയുന്ന നേരം പവർ വിൻഡോസ് 4 ഉണ്ടാവും. ഫ്രണ്ടിൽ 2 വരുന്നുണ്ട്. അതുപോലെ എയർ ബാഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. എയർ ബാഗ് സിംഗിൾ ആണോ? സിംഗിൾ വരുന്നത്. സിംഗിൾ എയർ ബാഗ് വരും അല്ലേ? എയർ ബാഗ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അത് നമുക്ക് ട്രൈ ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടാവില്ല. അല്ല, ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എയർ ബാഗ് ടെസ്റ്റ് ചെയ്തില്ലല്ലോ? ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 82,000 ഓടിയിട്ടുണ്ട്. 82,000 ഓടിയിട്ടുള്ള 2016 സ്വിഫ്റ്റ് LXI ഓപ്ഷനിൽ വരുന്നത്. ഏതാ LXI എന്നുള്ള ബേസും അല്ല, VXI എന്നുള്ള മിഡിൽ ഓപ്ഷനിലേക്ക് സെന്ററിൽ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിലാട്ടോ നമ്മൾ വണ്ടി കിടക്കുന്നത്. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എയർ ബാഗ് ചെക്ക് ചെയ്തില്ലെന്ന് ആദ്യം പറഞ്ഞിട്ട് ഒന്നുമില്ല. റേറ്റ് എങ്ങനെയാ വരുന്നത്? റേറ്റ് നമുക്ക് 4.5 കൊടുക്കാം. 4.5ക്ക് 2016 ഓൾട്ടോ അല്ല സ്വിഫ്റ്റ് LXI ഓപ്ഷൻ എയർ ബാഗ് വരുന്നുണ്ട്. ലോൺ നമുക്ക് മാക്സിമം ഒരു 4ന്റെ അടുത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. 4 ലക്ഷത്തിനടുത്ത് ലോൺ 3.25 ആ റേഞ്ചിലൊക്കെ പ്രൊഫൈൽ അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഒരു 50-60 രൂപ ഡൗൺ പേയ്മെന്റ് മാക്സിമം ഒക്കെ ഇറക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു 50-60 അടുത്ത പോളോ. മോഡൽ ഏതാ? 2014 ഡീസൽ. 2014 ഡീസൽ 1.2 അല്ലത്? 1.2 ഹൈലൈൻ ഫുൾ ഓപ്ഷൻ. 1.2 ഹൈലൈൻ ഫുൾ ഓപ്ഷൻ. ഏകദേശം 18 റേഞ്ചിന് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 18 ആ റേഞ്ചിൽ അതിന് മേലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല റോഡിലൊക്കെ വെച്ചാൽ നല്ല ക്വാളിറ്റി കിട്ടും. അല്ല, ആവറേജ് 18 പറയാന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നല്ലതാണ്. കാരണം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ കിട്ടിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് പ്രശ്നമാവും. കിലോമീറ്റർ 1.20 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നത്. വേറെ റീപ്ലേസ് തട്ടുമുട്ട അപാകത കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. എയർ ബാഗ്സും സ്റ്റിയറിംഗ് കൺട്രോൾസും ആയിരിക്കും മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീച്ചേഴ്സിലേക്ക് വരുന്ന നേരം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഉണ്ടാവും. ബാക്കിൽ വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. കമ്പനി അലോയ്സും വരുന്നുണ്ടോ? എല്ലാം വരുന്ന മോഡൽ. അപ്പൊ നിലവില് സാധാരണ 1.2 കാണുന്ന പോലുള്ള ടർബോ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. അതിൽ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ കളറും തന്നെ നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത്. മറ്റേ സ്ക്രാച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചോദിക്കുന്നത് 380 ചോദിക്കുന്നുണ്ട്. 2014 ഹൈലൈൻ 380 ഫൈനൽ റേറ്റ് ആണ്. നമുക്ക് ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 360, 360, 3.5 റേഞ്ചിൽ നമുക്ക് ചെയ്ത് കൊടുക്കും. ചെറിയ ടൗൺ ലോൺ നമുക്ക് ഇറക്കാം. എടുക്കുന്നതൊക്കെ വേറെ വർക്ക് ഒന്നുമില്ല, മെക്കാനിക്കൽ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെറിയ വർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. മെക്കാനിക്കൽ കാണിച്ചിട്ടോ ഒരു എടുക്കുന്ന സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടല്ലാതെ വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇത് 1.2 ആണ്. അടുത്തത് ഇതിന്റെ ഫേസ് ലിഫ്റ്റ് വരുന്ന ഇത് ഡീസൽ അല്ലേ? ഇത് പെട്രോൾ. അപ്പൊ ഇത് 1.2 തന്നെ വരുന്നു. 2017 മോഡൽ വരുന്നുണ്ട്. ഏകദേശം 14 റേഞ്ചിലൊക്കെ മൈലേജ് ഉണ്ട്. ഇത് കംഫർട്ട് ലൈൻ ആണോ ഹൈലൈൻ ആണോ? ഇത് ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്നു. ഹൈലൈൻ ആണ്. ഹൈലൈൻ പോളോ 1.2. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ബാക്ക് സെൻസേഴ്സും ബാക്ക് വൈപ്പറും ഡീഫോഗറും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ മുന്നേ കണ്ട ഏകദേശം സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. ഇത് പറച്ചാൽ MVD പിടിക്കൂല. ചെറുതായിട്ട് കണ്ട കുറച്ച് കൂടുതൽ ലേശം തിക്നെസ് കൂടുതലുണ്ട്. വണ്ടി ഭയങ്കര കാണുമ്പോൾ ഭയങ്കര ഇതുണ്ട്, ലുക്ക് വരുന്നുണ്ട്. അല്ല വണ്ടിക്ക് ഇതാണ് ഭംഗി. കാരണം ഭയങ്കര ഒരു പിന്നെ നമ്മളൊരു പേഴ്സണൽ കാര്യങ്ങൾ ഉള്ളിക്ക് പ്രൈവസി കാര്യങ്ങളൊക്കെ പക്ഷെ തുഗ്ലക്ക് നിയമങ്ങളാണ്. അപ്പൊ പിന്നെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? അത്രേ ഉള്ളൂ. അല്ല ഇപ്പൊ തന്നെ KSRTC ഒക്കെ മറ്റേ പ്രൈവറ്റ് ബസ്സിന്റെ കളർ കോഡ് മാറിയല്ലോ. പിന്നെ വീണ്ടും കളറിലോട്ട് ചേഞ്ച് വേറെ എന്തോ മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഏതെങ്കിലും കാലത്ത് മാറുമായിരിക്കും. അല്ല ചൂടത്ത് എന്തായാലും കുളിപ്പിലും ഉള്ളത് നല്ലതാണ്. കാരണം നമുക്ക് പ്രൈവസി ഫാമിലിയിലോട്ടൊക്കെ പോകുമ്പോൾ പ്രൈവസിക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിലോട്ട് വരാം, റൈറ്റിലോട്ട് വരാം. നമുക്ക് 5.5 ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. 2017 പോളോ ഹൈലൈൻ 1.2 കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ട്. കിലോമീറ്റർ 1.5 എന്തോ ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി നമുക്ക് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം. ഇതിന് ഏകദേശം വണ്ടികളൊക്കെ നമുക്ക് ഹിസ്റ്ററി നോക്കിയിട്ട് നമ്മൾ എടുക്കാറുള്ളത്. പക്ക ഹിസ്റ്ററി, അതായത് ഇപ്പൊ ഇവർ പറയുന്ന ആ ടൈമിൽ ഇല്ലെങ്കിൽ കൂടി നമ്മൾ അത് ഇതും താരതമ്യം നോക്കിയിട്ടാണ് ചെയ്യാറ്. ഹിസ്റ്ററി എടുക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കാറ്. ഇത്ര വർഷത്തുള്ള എത്ര നമ്മൾ വണ്ടി ഓടുക എന്നൊരു കാൽക്കുലേഷൻ ഉണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ എടുക്കാറ്. അത് വെച്ച് നോക്കുമ്പോൾ ഹിസ്റ്ററി കറക്റ്റ് വരുന്നത്. നമ്മൾ മറിക്കുക തിരിക്കുക. ഇത് പെട്രോൾ അതിനെ കൊണ്ട് മെയിൻ്റനൻസ് ഉണ്ടാവില്ല. പക്ഷേ അതേ സമയത്ത് ഡീസലിനേക്കാൾ കുറവാണ്. അതേ സമയത്ത് ഇപ്പൊ നിലവിൽ വർക്ക് ഒന്നും പെൻഡിങ് ഒന്നും ഒന്നും നമുക്ക് ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. എത്ര കിട്ടുന്നുണ്ടാവും? 5ന്റെ അടുത്ത്. ഒരു 5ന്റെ അടുത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാം. പക്ഷെ ഇവരെന്താ അത്യാവശ്യം ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും. വെറുതെ സിവിൽ സ്കോർ 700-ന്റെ താഴത്തൊക്കെ ആകുമ്പോൾ കയറി പോകാൻ ബുദ്ധിമുട്ടാക്കാം. ട്രാക്ക് ഉണ്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം, സിവിൽ സ്കോർ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ റാപ്പ് ചെയ്യാണ്. വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇവരുടെ കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. ഇത്രയ്ക്ക് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു വീഡിയോ കാണുമ്പോൾ സൈനിങ് ഓഫ്.